ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം എന്ന് പറയുമ്പോൾ പോയിട്ടുണ്ടോ അല്ലല്ലോ. ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കയിലേക്ക് സ്വാഗതം. അല്ല, അപ്പോൾ റോഷ്നിക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും. അത് പറഞ്ഞത് ശരി തന്നെ. പക്ഷെ ആർട്ടുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം എന്നുള്ളൊരു ചെറിയൊരു ചോദ്യം ഉണ്ടായിരിക്കാൻ മതി അല്ലേ? അല്ല, അതുകൊണ്ടാണ് ആർട്ട് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഓഫ് അമേരിക്ക എന്നല്ലേ പറയുന്നത്. പിന്നെ കഥകളിയെ പറ്റി പ്രത്യേകിച്ച് ധാരണകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിച്ച് പോവാം. അപ്പോൾ ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളത് റോഷ്നി പിള്ളേ അല്ലേ? എഞ്ചിനീയറല്ലേ? എഞ്ചിനീയറാണ്. പക്ഷെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, കഥകളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഥകളി ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ റോഷ്നിയെ എനിക്ക് ഒരു 23 വർഷമായിട്ട് അറിയാം അല്ലേ? ഞാനിവിടെ ലാൻഡ് ചെയ്ത സമയം തൊട്ട് മിസ്റ്റർ റോഷ്നി എൻ്റെ സീനിയറെ പഠിച്ചാണ്. സുരേഷ്. അപ്പോൾ മിസ്റ്റർ റോഷ്നി വിളിക്കാം. അപ്പം കഥകളി ഞാനിങ്ങനെ കഥകളീനെ പറ്റിയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കാം, കഥകളിയെ ഞാൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഒരു ബന്ധമില്ല. കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കി, കീചകബന്ധം കണ്ടിട്ടുണ്ട്, കല്യാണ സൗഗന്ധികം കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ദുശാസനവധം കണ്ടിട്ടുണ്ട്. ദുര്യോധന ഒന്നുമില്ല, കൊന്നു, രണ്ടുപേരും കൊന്നിട്ട്. പക്ഷെ കഥകളിയില് ജനറലി കാണിക്കാറ് ദുര്യോധനനെ കൊല്ലണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭീമൻ വന്നിട്ട് പാഞ്ചാലിയുടെ മുടി കെട്ടണ അതെന്തിനാ ദുര്യോധന. പക്ഷെ അത് ദുശാസനെ കൊന്നിട്ടല്ലേ? അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ മാലി എഴുതിയ കർണശബ്ദം, യെസ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ നാട്ടില് എഴുതിയപ്പോ. അപ്പൊ തീരെ കഥകളി കണ്ടിട്ടില്ല എന്നുള്ളതല്ല, അപ്പൊ കുറച്ചൊക്കെ ധാരണ അപ്പൊ അത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് കാണാത്തതിന് പറഞ്ഞാൽ ഞാനൊരു 9:10 കിടന്ന് ഉറങ്ങുന്ന കൂട്ടില്ല. അപ്പൊ സെക്കൻഡ് ഷോ പടം, കഥകളി, ലേറ്റ് നൈറ്റ് പാർട്ടി, ഇതൊന്നും പറ്റില്ല. പക്ഷെ ലേറ്റ് നൈറ്റ് പാർട്ടിക്ക് ഞാൻ കുറച്ചൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഇളവ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരു ഫീമെയിൽ കഥകളി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മുമ്പിൽ ചോദ്യം എപ്പോഴും വരുന്നത് ഒരു പുരുഷന്മാരുടെ ഒരു കലയാണല്ലോ ഇതുള്ളത്. കാരണം സ്ത്രീ വേഷവും കെട്ടുന്നത് പുരുഷന്മാരെയാണ്. അപ്പം ആ ഒരു ഇതിലേക്ക് സ്ത്രീകള് ആ ഒരു കലയായിട്ട് ഇതാവുന്ന സമയത്ത് എന്തിനാണത്? ഐ മീൻ, വൈ വുഡ് പീപ്പിൾ വാണ്ട്? ഇത് കഥകളിയോടുള്ള താല്പര്യമാണോ, അല്ല അവിടെ നിന്ന് ഇത് പുരുഷന്മാർ മാത്രമാണെങ്കിലും ശരിയാവില്ലല്ലോ എന്ന് വിചാരിക്കുന്നുകൊണ്ടാണോ, അല്ല കഥകളി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ട് അതിനോടുള്ളതാണ്? എന്താണ് കഥകളിയോടുള്ള ഒരു തന്നെയാണ്. അല്ലാതെ ഇനി ആണുങ്ങളാണ് ഇതെല്ലാം ചെയ്യണം, നീ പെണ്ണുങ്ങൾ ചെയ്ത് അങ്ങനെയുള്ള ഒരു ഇതല്ല. കഥകളിയോടുള്ള താല്പര്യമുണ്ട്. എൻ്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചാൽ, ഞാൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കഥകളി കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ മുതൽ പറയാറ്, അമ്മയും അച്ഛനും, അമ്മ കഥകളി പഠിച്ചിട്ടുണ്ട് അമ്മയുടെ കുട്ടിക്കാലത്ത്, അമ്മയും വല്യമ്മയും. അപ്പോൾ അങ്ങനെ ഒരു കഥകളിയോട് ഒരു എക്സ്പോഷർ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അതിനോടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അട്രാക്ഷൻ വേഷത്തിനോട്. പിന്നെ പുരാണ കഥകളൊക്കെ വീട്ടിൽ നല്ലോണം കലയായിട്ട് ഇതുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് പുരാണ കഥകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനോടുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ നാച്ചുറലി ഒരു കഥകളി പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ കഥകളിയിലേക്ക് വന്നു. അങ്ങനെ കഥകളിയിൽ സ്ത്രീകൾ കുറവാണ്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടുണ്ട്. പക്ഷെ പണ്ട് മുതൽക്ക് തന്നെ കഥകളിയിൽ സ്ത്രീകളുണ്ട്. പക്ഷെ ഒരു പ്രൊഫഷണലായിട്ട് കഥകളീനെ എടുത്ത സ്ത്രീകൾ വളരെ കുറവാണ്. ഒന്ന് ചവറപ്പാറുകുട്ടിയമ്മ പണ്ട് കാലം മുതൽ തന്നെ പ്രൊഫഷൻ, അതും അവർ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവും അവർക്കും. ഈ രാത്രി കളി എന്ന് പറഞ്ഞതൊക്കെ അത് കഴിഞ്ഞാൽ തിരിച്ച് മടങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം അങ്ങനെ. പക്ഷെ നമ്മൾക്ക് ഒരു കാര്യത്തിനോട് ഒരു ഇഷ്ടം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് തോന്നുന്നത്. ജനഗജാതനെ കണ്ടു കാമിച്ചൊരു ദശകണ്ഠൻ അവളെ കൊണ്ടു. അത് ശരിയാണ്. കാരണം
രാത്രി കാലങ്ങളിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അതിനോടുള്ള അതിന് പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യം എടുത്ത് പറയാച്ച ഒരുപാട് സ്ത്രീകൾ കഥകളിയിലേക്ക് വരുന്നുണ്ട്, കഥകളി ചെയ്യുന്നുണ്ട് നല്ലോണം. പുതിയ കുട്ടികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രാത്രി പണ്ടും പോലെ 10 മണിക്ക് തുടങ്ങി പുലർന്ന വരെ കഥകളി എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഒരു 10-20 കൊല്ലത്തോളായിട്ട് മാറി വരുന്നുണ്ട്. ഇപ്പം കൂടുതൽ സന്ധ്യ കളികളാണ്. ഒരു 5 മണിക്ക് തുടങ്ങി ഒരു 9 മണിയോട് ഒരു കഥയൊക്കെ ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പോൾ ഒരു 9 മണിയോട് കൂടി കഴിയണം. അങ്ങനെയുള്ള വൈകുന്നേരം ആ സമയത്താണ്, എന്നാലേ ആൾക്കാർ കാണാനും ഉണ്ടാവുള്ളൂ. ഉത്സവങ്ങൾക്കൊക്കെ ഇപ്പോഴും ഈ രാത്രി വളരെ ചുരുക്കമായിട്ടുണ്ട് പുലർന്ന വരെ കഥകളി. പക്ഷെ അതിനൊന്നും അത്ര ആൾക്കാർ കാണാനുണ്ടാവില്ല നാച്ചുറലി. പക്ഷെ ഇപ്പോ കേരളത്തിൽ ഒരുപാട് ക്ലബ്ബുകൾ, കഥകളി ക്ലബ്ബുകൾ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ വൈകുന്നേര സമയങ്ങളിലാണ് കളി. അപ്പോൾ ഒരു കഥയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് ഇപ്പൊ സ്ത്രീകൾക്ക് അതൊരു പ്രശ്നമൊന്നും അല്ലല്ലോ. അപ്പോൾ പകലും കളികൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ മാറ്റങ്ങൾ കഥകളിയിലും വന്നപ്പോ ഇപ്പൊ അത് വലിയ അല്ലാതെ പക്ഷെ ചെയ്യുന്ന പലരും ഉണ്ട്. അല്ല അത് രാത്രി ആയതുകൊണ്ട് കളിക്കാൻ പറ്റില്ല, അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ സ്ത്രീകള് വേഷം ഈ എന്താ പറയുക കഥകളി വേഷം ചെയ്യുമ്പോൾ അത് സ്ത്രീകളുടെ വേഷം തന്നെയാണല്ലോ പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് റോഷിനി വേഷം ഒരു ഇന്ന വേഷങ്ങളെ ചില ആർട്ടിസ്റ്റുകൾ ചെയ്യുള്ളൂ എന്നുണ്ടോ, അല്ല ഏത് വേഷവും ചെയ്യാം എന്നുള്ളതാണോ? ഏത് വേഷവും ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇപ്പൊ നമ്മുടെ ശരീരം അതിന് യോജിച്ചതാണോ, നമ്മളുടെ മുഖം യോജിച്ചതാണോ ഒരു വേഷം കെട്ടാൻ എന്നുള്ളത് ഒക്കെ അതിന്റെ ഇതാവും. പിന്നെ പുരുഷവേഷം കെട്ടുന്ന ഇപ്പൊ അത് നടന്മാരെ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ചില ആളുകള് പച്ചവേഷത്തിലാവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ചിലര് ഈ പുരുഷന്മാരിൽ തന്നെ സ്ത്രീവേഷക്കാരുണ്ട്, സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാര്. അപ്പൊ അവരുടെ ഒരു ശരീരഘടന അതിനോട് യോജിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ താല്പര്യം അതായിരിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ താടിവേഷം, ചുവന്നാടി, ദുശാസനെ പോലെയുള്ള കഥ, അവര് കുറച്ചുകൂടി വലിയ ആളുകളായിരിക്കും ഉയരത്തിലും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ താല്പര്യം കൂടി. ഇപ്പൊ എന്റെ ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയ കുട്ടിക്കാലത്തൊക്കെ നല്ലോണം പുരുഷവേഷങ്ങളാണ് കൂടുതലും കെട്ടിയിരുന്നത്. പക്ഷെ കുറച്ച് ഇപ്പൊ രണ്ടാമത് ഞാൻ വീണ്ടും കഥകളിയിലേക്ക് വന്നപ്പോ ഞാൻ കൂടുതലും സ്ത്രീവേഷങ്ങളാണ് ഇപ്പൊ കെട്ടുന്നത്. ഒന്ന് അതാണ് എനിക്ക് യോജിപ്പ്, എന്റെ ശരീരത്തിന് യോജിപ്പെന്ന് തോന്നിയോണ്ടും, പിന്നെ ഒന്ന് സ്റ്റാമിനയുടെ പ്രശ്നമുണ്ട്. പുരുഷവേഷത്തിന്റെ ആ ഒരു ഹാർഡ് അത്. പക്ഷെ കെട്ടില്ല എന്നില്ല, കെട്ടാറുണ്ട്. ഓട്ടം ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഒരു യുദ്ധങ്ങളോ അങ്ങനെ ഇപ്പൊ കണ്ട ദുര്യോധനോധം വെച്ചായിരിക്കും പറയണ്ടാവുക. പക്ഷെ നല്ല റിഗറസ് ആയിട്ടുള്ള കലാശങ്ങളും ഫുട് വർക്കും അതുപോലെ ബോഡി വെയിറ്റ് അല്ലേ, കോസ്റ്റ്യൂം തന്നെ ഭയങ്കര ഹെവിയാണ്. അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. പക്ഷെ ഞാനിപ്പോ കൂടുതലും സ്ത്രീവേഷം ചെയ്യാണ്. പുരുഷവേഷം കെട്ടില്ല എന്നില്ല, കെട്ടാറുണ്ട്. ഫോക്കസ് ഉണ്ട് ആൾക്കാർക്ക്, ചില ടൈപ്പ് വേഷങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് താല്പര്യവും ഉണ്ടാവും, അവരുടെ താല്പര്യം ഉണ്ടാവും. ചില ആൾക്കാർ ഇപ്പൊ എനിക്ക് അറിയണ കുറെ സ്ത്രീകളുണ്ട്, അവര് കൂടുതൽ പുരുഷവേഷങ്ങളാണ് അവർക്ക് താല്പര്യം ചെയ്യാൻ. എന്തെങ്കിലും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് അതാണ് താല്പര്യം ചെയ്യാൻ. അങ്ങനെ അപ്പം ഞാൻ ആക്ച്വലി റോഷ്നിനെ പറ്റി അധികം ചോദിക്കുകയും ചെയ്തില്ല. കാരണം അതിപ്പം അങ്ങനെ എന്തൊക്കെ ചോദിക്കാൻ അറിയണോണ്ടായിരിക്കാം ചിലപ്പം. പക്ഷേ ഇപ്പം റോഷ്നിയെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാനും അറിയാനും പെർഫോമൻസ് കാണാനും ഒക്കെ ഇന്റർനെറ്റിൽ വല്ല വകുപ്പും ഉണ്ടാവും. യൂട്യൂബിലുണ്ട്. റോഷ്നി പിള്ളൈ കഥകളി സെർച്ച് ചെയ്താൽ മതി. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പം ആൾക്കാർക്ക് നോക്കാം. അപ്പം എനിക്ക് ഒരു 2-3 വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പരസ്യമായിട്ട് ഈ ക്യാമറയുടെ മുമ്പിലാകുമ്പോൾ ഈ മണ്ടത്തരം വിളിച്ചു പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അപ്പൊ ചോദിക്കാമല്ലോ, എന്ത് വേണം ചോദിക്കാൻ. ഒരു കഥകളി ഞാൻ മാരിയുടെ എഴുതിയ അത് കണ്ടപ്പോൾ, കർണശബ്ദം കണ്ടപ്പോൾ ബാക്കിയുള്ള കഥകളിയൊക്കെ കണ്ടതിനെക്കാട്ടും കൂടുതൽ എനിക്ക് അന്ന് മനസ്സിലായെന്ന് എനിക്ക് ഇന്ന് തോന്നുന്നു. അത് ഭാഷയുടെ ഉപയോഗത്തിന്റെ ഇതായിരിക്കാൻ മതി അല്ലേ? വളരെ ശരിയായിട്ടുള്ള ഒരു ഇതാണ് ആണല്ലേ? അത് എനിക്ക് ഇപ്പം ലുക്കിംഗ് ബാക്ക് ഏതോ വർഷങ്ങൾ മുമ്പേ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു കഥകളിയുടെ ഭാഷ അങ്ങനെ ആക്കുന്നത് എനിക്ക് എപ്പോഴോ അതൊരു എലീറ്റ്നെസിന്റെ ഭാഗമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്.
നമുക്ക് ഈ ചില കാര്യങ്ങൾ കടിച്ചാൽ പൊട്ടാത്ത മനസ്സിലാക്കാനും ആ മനസ്സിലാക്കാൻ ഞാൻ എന്നെ സ്വയം അൺകംഫർട്ടബിൾ ആക്കേണ്ടി വരുന്നുണ്ട്. കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അത് എൻ്റെ ഒരു ലേസിനെസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന സംഭവങ്ങൾ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലാതെ. അതുകൊണ്ട് തന്നെ അത് കുറേ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ, ഈ ഒരു കല ആസ്വദിക്കാൻ പറ്റാതെ ആക്കി തീർത്തിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ പല ഇപ്പൊ സംസ്കൃതത്തെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയെ കുറിച്ച് പറഞ്ഞത് അതെന്തായിരിക്കും അതിന് കാരണം? വാട്ട് ഇസ് യുവർ കഥകളി അധികം ജനകീയമാവാത്തതിന് കാരണം അത് തീർച്ചയായിട്ടും കഥകളി ഒരു ക്ലാസിക്കൽ കലയാണല്ലോ. ഏത് ക്ലാസിക്കൽ കല എടുത്താലും അത് അത്ര മാസല്ല. ഏതെടുത്താലും ഇപ്പൊ നോക്കി നോക്കൂ, ഭരതനാട്യം, മോഹിനിയാട്ടം ഏതെടുത്താലും ഇപ്പൊ സിനിമ എന്നുള്ള മാധ്യമം അല്ലെങ്കിൽ ഒരു ഇതിന്റെ അത്ര പോപ്പുലർ അല്ല ഈ ക്ലാസിക്കൽ കലകൾ. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട്. പിന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ചാൽ കഥകളി മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രേക്ഷകന്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു ശ്രമം ആവശ്യമാണ്. അതായത് ഇപ്പൊ വിനോദ് പറഞ്ഞ പോലെ തന്നെ നമ്മള് അത് എന്താണ് കഥകളി, എന്താണ് കഥ, ഒന്ന് കഥ, പിന്നെ അതിന്റെ എന്തൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോംവർക്ക് ഈ കാണാൻ ആളും ചെയ്യണം. അപ്പൊ അങ്ങനെ കണ്ട് എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു മുൻധാരണ വെച്ച് നമ്മൾ കഥകളി കാണാൻ പോയി കഴിഞ്ഞാൽ കഥകളി കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ അതിൽ കാണിക്കുന്നത് മുദ്രകളിലൂടെയാണ് കഥകളി കോൺവെർസേഷൻ സംഭവം. ഇത് തിയേറ്ററാണ്. അപ്പോൾ അതിന്റെ പാട്ട് പിന്നിലുണ്ട്. പാട്ട് അഗെയിൻ സംസ്കൃതവും മലയാളവും ചേർന്ന ഒരു കഥകളി സംഗീതമാണ്. ഇപ്പൊ ഈ മാലി പറഞ്ഞ കർണശബ്ദമൊക്കെ നല്ല പച്ച മലയാളം, അതുകൊണ്ടാണ് അത് കൂടുതൽ മനസ്സിലായി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാട്ട് ശ്രദ്ധിച്ചാലും മുദ്രകൾ മനസ്സിലാവണില്ല. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് പല ആൾക്കാരും ഇതിന്ന് വിട്ടു നിൽക്കുക. എന്നോട് പലരും പറയാറുണ്ട് കഥകളി ഒന്നും മനസ്സിലാവണില്ല, എന്താ അതിൽ അതുകൊണ്ട് കാണാറില്ല. പക്ഷെ കഥകളി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ശ്രമം കൂടി നടത്തണം എന്നാണ്. അതാണ് അതിന്റെ ഒരു, അത് ഏത് ക്ലാസിക്കൽ കലയായാലും അപ്പൊ അതിന്റെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ, അതിനൊരു കൺസ്ട്രെയിൻസ് ഉണ്ട്. പല ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, മുദ്രകള് അല്ലെങ്കിൽ കലാശങ്ങള്, അതിന്റെ ഭാവങ്ങൾ, ഇതിനെല്ലാത്തിനും ഒരു ഘടന ഉണ്ട്. അപ്പോൾ അതൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നത്. എന്നാലും ഒരു ഭരതനാട്യം, മോഹിനിയാട്ടം കാണുന്നതിനെക്കാട്ടും എനിക്ക് ആസ് എ നോവൽസ് കഥകളി കാണുമ്പോൾ കൂടുതൽ കണക്റ്റഡ് ആവും, കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ടും ആ ടെമ്പോ ഓഫ് സൗണ്ടും കാര്യങ്ങളൊക്കെ പലതും നടക്കുന്നു. കഥകളി ഒരു ടോട്ടൽ തിയേറ്ററാണ്. അതായത് പാട്ടുണ്ട്, മേളമുണ്ട്, പിന്നെ കഥകളിയുടെ ആ ക്രാഫ്റ്റ്, ഒരുപാട് ക്രാഫ്റ്റ് ഉണ്ട്. ആഹാര്യം പറഞ്ഞാൽ നമ്മുടെ രൂപം, വേഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കിരീടങ്ങൾ, അതിൻ്റെ ആഭരണങ്ങൾ, ഇതെല്ലാം വളരെ മരപ്പണിയിൽ വളരെ ക്രാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ പിന്നിലും ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതൊരു കംപ്ലീറ്റ് ഒരു പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിലേതെങ്കിലും ഭാഗങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് കഥകളി ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാ കഥകളി കാണുന്ന ആൾക്കാരും കഥകളിയുടെ വേഷമോ അല്ലെങ്കിൽ അതിന്റെ കളിയോ ആവില്ല. ചിലർക്ക് സംഗീതവും ഇഷ്ടം, അവരും കഥകളി കാണും. ചിലർക്ക് മേളമാവും ഇഷ്ടം. അപ്പൊ അത് കാണാൻ വേണ്ടി പല ആൾക്കാരും അങ്ങനെ ഇതിന്റെ ഒരു ഇത്. പിന്നെ ചിലർ ഈ ചുട്ടി, അതായത് ആർട്ട് വർക്ക്, അത് ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ ഇത് പല തരത്തിലുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ഇതാണ്. കാരണം എനിക്ക് പലപ്പോഴും കഥകളി, കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ, പിന്നെ അങ്ങനെ പരിചയത്തിലുള്ള കുറേ ആൾക്കാർ, ഇവരൊക്കെ രാത്രിയൊക്കെ പോയി ഇങ്ങനെ കഥകളി ഓരോ സ്ഥലത്ത് കണ്ടിങ്ങനെ നടന്ന് വരികയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ചയൊക്കെ വരും. ഇപ്പോൾ രാത്രികളിൽ ചില സമയത്ത് എന്തെങ്കിലും ഒരു വിവാഹം എന്തെങ്കിലും നടക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് ആൾക്കാർ കഥകളി പദം പാടുന്നുണ്ടാവും, പിന്നെ കഥകളി നടക്കുന്നുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാത്ത, ഇതൊന്നും അറിയാത്തൊരുത്തനായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നത് ഒരു ഭയങ്കര വിഷമമായിരുന്നു എനിക്കൊരു കാലത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹൈദരലിയുടെ ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നുള്ളത് പറയുന്നത് എന്നോട് തന്നെ എനിക്ക് വലിയൊരു മതിപ്പില്ലായ്മ തോന്നുന്ന ഒരു സമയമാണിത്. പക്ഷേ ഈ ഒരാൾ ഒന്നും അറിയാത്തതിലേക്ക് പോകുമ്പോൾ മുദ്ര പറഞ്ഞു, പാട്ട് പറഞ്ഞു, കഥ, എന്താണ് കഥ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ. ഇപ്പം എനിക്ക് കല്യാണ സൗകര്യത്തിലാണ് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ തുടർന്ന സമയത്ത്, ഇളകണ സമയത്ത് കയ്യിങ്ങനെ ഇതാക്കണം, കർണശബ്ദത്തിൽ ഏതോ ഒന്നില് ഈ ഹൗ ദ ആക്ട് ഈസ് ഹാപ്പനിങ് മനസ്സിലാക്കാൻ നമ്മളിതൊന്നും ഇല്ലെങ്കിലും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു മൈൻഡ് ബ്ലോക്ക്, ഇത് കാണാൻ പോകുമ്പോൾ തന്നെ ഒരു മൈൻഡ് ബ്ലോക്കാണ്, ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട്. അത്
കല ജനകീയമായില്ലെങ്കിലും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഇതിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ സംസാരിച്ചത് ഞാൻ ആലോചിച്ചപ്പോ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു കഥകളിനെ പറ്റിയിട്ട് കഥകളി അറിയാത്ത ഒരാൾ റോഷിനിയോട് സംസാരിക്കുന്നത് എന്താണല്ലോ. ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ കഥകളിയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാവും. നാളെ ചിലപ്പോൾ അവർ കഥകളി കാണാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും നമ്മളൊരു ശ്രമം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളൊരു വിചാരം ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോ കഥകളി കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ സംഘാടകര് ഒരു കാര്യം ചെയ്യണത് ഞാനിപ്പോ ഈ അടുത്ത് ശ്രദ്ധിച്ച നാട്ടിലും പിന്നെ ഇവിടെ നമ്മൾ കഥകളി നടത്തിയപ്പോഴൊക്കെ ഇതിന്റെ ഒരു സ്ക്രീൻ സ്ലൈഡ് ഷോ പോലെ എന്താണ് നമ്മൾ കാണിക്കുന്നത് അപ്പപ്പോ എഴുതി കാണിക്കുന്ന ഒരു സംവിധാനം ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ തപസ്യ ആർട്സിന്റെ പരിപാടി നടന്നപ്പോൾ കർണശബ്ദത്തിൽ അങ്ങനെ ചെയ്തപ്പോൾ കഥ ഇതുപോലെ ഒന്നും അറിയാത്ത ആളുകൾ തന്നെയാണ് നമ്മൾ കാണാനിരിക്കുന്നത്. എല്ലാവർക്കും നല്ലോണം മനസ്സിലായി എന്ന് പിന്നീട് അവർ പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ പല നാട്ടിലെ കഥകളി ക്ലബ്ബുകളിലും കളി നടക്കുമ്പോൾ അതുപോലെ സൈഡിലൊരു സ്ക്രീൻ വെച്ച് അതിലേക്ക് ഈ നമ്മൾ ചെയ്യണത് അപ്പപ്പ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് അനുഭവം വന്നത് ഇപ്പോൾ എടപ്പള്ളിയിൽ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഒന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർക്ക് കഥകളി എന്താണെന്ന് അറിയില്ല, ഞാൻ കളിക്കണു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കാണാൻ വന്നതാണ്. പക്ഷെ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള ഒരു മുൻധാരണയിൽ തന്നെയാണ് വന്നത്. പക്ഷെ ഇതുപോലെ അവിടെ എഴുതി വെച്ചിരുന്നു. അവൾക്ക് അത് കണ്ട് ഭയങ്കര അത്ഭുതമായി. കാരണം എന്താ വെച്ചാൽ എല്ലാം മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്, മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് എന്താണ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് കുറച്ചും കൂടി, അതായത് ഈ കഥകളി സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ഒരു കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം. പിന്നെ ഒരുപാട് വർക്ക്ഷോപ്സ്, ഡെമോൺസ്ട്രേഷൻസ്, ഈ ആസ്വാദന ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ നാട്ടില്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അത് ഗുണം ചെയ്യുന്നുണ്ട്. അല്ല, അത് വളരെ റിലവൻ്റ് ആണ്. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡാനിഷ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട്, നാടകവും ഒരു തിയേറ്റർ ആർട്ടിസ്റ്റും ഫിലിമിലൊക്കെ ഇതാക്കുന്നതാണ്. അയാൾ ഈ ദാസ്താൻ ഗോയി എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ദാസ്താൻ ഗോയി തന്നെ അയാളിങ്ങനെ ഇരുന്ന് രണ്ടുപേരും ആൾക്കാർ പാട്ടും കഥയുമായിട്ട് ഒരു പഴയ അയാൾ തുടങ്ങിയൊരു സംഭവമുണ്ട്, കിസ്സെ ബാസി എന്ന് പറഞ്ഞിട്ട്. കിസ്സ എന്ന് പറഞ്ഞാൽ കഥ, ബാസി എന്ന് പറഞ്ഞാൽ ഗെയിം. അപ്പോൾ കിസ്സെ ബാസിയിൽ ഇവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ സാധനത്തിനെ ചെയ്യുക. ഇപ്പം റോഷിനിക്ക് കഥകളി ആണെങ്കിൽ റോഷിനി പോയിട്ട് പറയും ഞാൻ കഥകളി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രിഡ്ജ് ലാംഗ്വേജ് കൊണ്ടുവരും. അത് ഒന്നെങ്കിൽ ഹിന്ദി ആയിരിക്കാൻ മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കാൻ മതി. ഈ ബ്രിഡ്ജ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ സംഭവത്തിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഈ കലാരൂപമോ അല്ലെങ്കിൽ ഭാഷയോ ഒന്നും അറിയാത്ത ഒരാൾക്കും ആ ബ്രിഡ്ജ് ലാംഗ്വേജ് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ, ഗുജറാത്തിയിൽ പല ഇതിലുണ്ട്. അപ്പം അത് ഓൾസോ കൾച്ചറുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. ഇപ്പം കഥകളിയിൽ തന്നെ ഞാൻ ആലോചിക്കുക, അപ്പം മാലിയുടെ എഴുതിയ കർണശബ്ദം എനിക്ക് മലയാളം ആയതുകൊണ്ടാണ് മനസ്സിലായത് അല്ലേ. അപ്പം ഈ ഒരു സംഭവം പ്രോബ്ലി അതിൻ്റെ ഒരു വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഞാനിങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ കഥകളി എന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്, നമുക്ക് പറയാൻ എന്തെങ്കിലും വേണമല്ലോ ഓരോ ദിവസം. അപ്പം ഞാൻ ആക്ച്വലി ഒരു വളരെ പേര് കേട്ട ഒരു കഥകളി ആർട്ടിസ്റ്റ്, പേര് കേട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് പേര് ഇപ്പോൾ ഓർമ്മയില്ല, പക്ഷെ പേര് കേട്ടാൽ എനിക്ക് അറിയാം ചെറുപ്പത്തിൽ. അപ്പം അദ്ദേഹം ഈ കവി NN കക്കാടിൻ്റെ വൈഫിൻ്റെ ബ്രദറാണ്. ഞങ്ങൾ കുഞ്ഞുകുട്ടൻ എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പം അദ്ദേഹത്തിന് ഈ മുഖത്തൊക്കെ ചുട്ടി കുത്തുന്ന സമയത്ത് ഇങ്ങനെ പോയി ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ സമയത്താണ് ഇവർ ഉറങ്ങിയല്ലേ പണ്ടൊക്കെ? പല ദിവസങ്ങളിൽ കളികളുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ കലാകാരന് ചിലപ്പോൾ ഉറക്കം കിട്ടുന്ന സമയം. ഒരുപാട് അതായത് ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും കളി ഉണ്ടാവും മിക്കവാറും. അപ്പോൾ അവർക്ക് ആ ഒരു സമയം റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരുന്നില്ല. ഇപ്പോഴും ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ചിലര് ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഹോംവർക്ക്, മനസ്സിലൊരു വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യണവരുണ്ട്. അങ്ങനെ അപ്പോൾ വിനോദിനോട് സംസാരിച്ചപ്പോൾ ഈ കഥകളി ആസ്വാദകരെ കുറിച്ചുള്ളൊരു ബഹുമാനമൊക്കെ ഇതിനോടകം പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ബഹുമാനം ഇതുവരെ തോന്നാത്തൊരു ബഹുമാനം തോന്നുന്ന ഒരു കാര്യം കണ്ട. ഞാനും കഥകളി ഒരേ നാട്ടുകാരൻ.
കഥകളി ജനിച്ചത് കൊട്ടാരക്കരയാണ്, ഈ പറയുന്ന ഞാനും ജനിച്ചത് അവിടെ. അത് ശരി. അപ്പം ആ ഒരു ബന്ധം അല്ലാതെ കൂടുതൽ ബന്ധം പ്രതീക്ഷിക്കരുത്. പക്ഷെ എനിക്ക് റോഷിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള ഈ കഥകളി ആസ്വാദകരുണ്ടല്ലോ, സാധാരണ നമുക്കിപ്പം പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും കാണാത്തൊരു പ്രത്യേകത ഞാൻ ഈ കഥകളി ശരിക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കളി ഭ്രാന്ത് എന്ന് പറയുന്നൊരു വാക്ക് തന്നെയുണ്ട്. നമ്മൾ ഇന്ദുലേഖ പഠിച്ചപ്പോൾ സൂര്യതമ്പുതിരിപ്പാടിൽ നിന്നാണ് ആദ്യമായിട്ട് ആ വാക്ക് കേൾക്കുന്നത്. അപ്പൊ അവര് എവിടെ കളി ഉണ്ടെങ്കിലും പോകുന്ന, മറ്റെന്ത് താല്പര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് പോകുന്ന. ഇപ്പൊ തന്നെ എൻ്റെ ഫേസ്ബുക്കിലുള്ള ചില ഫ്രണ്ട്സൊക്കെ ഒരാൾ ലൈക്ക് ചെയ്യുന്നുണ്ടാവില്ല, ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവർ കണ്ട കളിയെക്കുറിച്ച്, ആ വേഷം കെട്ടിയ കലാകാരന്മാരെ കുറിച്ച്, ആ മേളത്തെ കുറിച്ചൊക്കെ ഭയങ്കര ആവേശത്തോടെ അപ്ഡേറ്റ് ചെയ്യുന്ന. അതെങ്ങനെയാണത് മറ്റൊരു കലാരൂപങ്ങളോടും മനുഷ്യർ കാണിച്ചിട്ടില്ലാത്ത ഒരുതരം ആവേശം, ഒരു വല്ലാത്ത ഭ്രാന്തോളം തോന്നുന്ന ഒരു ഇത് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? മറ്റൊന്നും ഇല്ലാത്തൊരു കഥകളിക്ക് മാത്രമായിട്ട് അതെങ്ങനെ ഉണ്ടാവുന്നു? അത് ഒരു കഥകളിയോടുള്ള താല്പര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കഥകളി ഭ്രാന്തിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ ഞാനൊക്കെ ഇതിൽ തന്നെ ഇവിടെ നിന്നിട്ടും കഥകളി കണ്ടിന്യൂ ചെയ്യണത് അതിന്റെ ഒരു ഭാഗമായിട്ട്. അതായത് കഥകളി കാണാനും അത് മനസ്സിലാവുന്നത് കൊണ്ടും കൂടിയായിരിക്കും. അപ്പൊ അതിന്റെ പല പല മേഖലകളെ പറ്റിയിട്ടും അത് ആസ്വദിക്കാനുള്ള ഒരു ഇത് കഥകളി ഭ്രാന്തായിട്ട്. കളി കാണുന്നവർക്കും അത് അവതരിപ്പിക്കുന്നവർക്കും അതേപോലെ ഒരുതരം ഭ്രാന്ത് അവതരിപ്പിക്കുന്നവർക്കും വേണമല്ലോ, അതിനോട് താല്പര്യം വേണമല്ലോ. അതില്ലാതെ ഇപ്പൊ അതൊരു ജോലി പോലെ കാണുന്ന കലാകാരന്മാരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് കഥകളി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവണം. അപ്പൊ നാട്ടിൽ ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ഒരുപാട് അമേരിക്കയിൽ അങ്ങനെയുള്ള താല്പര്യമുള്ള എവിടെ വന്നാലും കളി കാണുന്ന അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന വന്ന് സ്ഥിരമായി ഇപ്പൊ കഥകളി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി അത് കാണാൻ വരാൻ താല്പര്യമുള്ള കുറച്ച് കഥകളി ഭ്രാന്തന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവർ സ്ഥിരമായിട്ട് വന്ന് അഭിപ്രായം പറയുക, അടുത്ത കളി എവിടെയാണ് അന്വേഷിക്കുക, അങ്ങനെയുള്ള. കാരണം അമേരിക്കയിൽ കഥകളി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അത് തന്നെ ഒരു കൗതുകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കഥകളി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ചുറ്റുപാട് തന്നെയുണ്ട്. കാരണം മറ്റൊരു കലാരൂപം പോലെയല്ല. അതായത് കളി കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ്, അത് അരങ്ങിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതുപോലെ ശ്രമകരമാണ്. കാരണം അതിൻ്റെ വേഷവിധാനം തൊട്ട് അതിനുള്ള പ്രാക്ടീസ് തൊട്ട് അതിനുള്ള പക്കമേളക്കാര് സംഗീതമൊക്കെ തൊട്ട്. അപ്പൊ അതെല്ലാം എങ്ങനെയാണ് റോഷിനി ഇവിടെ സംഘടിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പൊ അത് സംഘടിപ്പിക്കാൻ ഇവിടെ കളിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെയാണ് കളിക്കണമെങ്കിൽ അത് CD വെച്ചിട്ടുള്ള കളിക്കലാണ്. പിന്നെ സ്ത്രീവേഷം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ സ്ത്രീവേഷം കെട്ടാൻ നമുക്ക് സ്വയം പറ്റും. മറ്റേ പുരുഷവേഷം ആണെങ്കിൽ അത് ചൊട്ടിക്ക് വേറെ ആൾ വേണം. അപ്പൊ ആ പുരുഷവേഷം കെട്ടാൻ പറ്റില്ല. അങ്ങനെ പല കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ കളിക്കുകയാണെങ്കിൽ CD വെച്ച് കളിക്കൽ കഥകളി സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ലൈവ് മ്യൂസിക്കും മേളത്തിന്റെയും കൂടെ അല്ലാതെ കഥകളി കളിക്കുമ്പോൾ നമുക്ക് വളരെ കൺസ്ട്രെയിൻസ് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കിവിടെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ അധികം അത്രയും ഒരു എന്താ പറയുക, അങ്ങനെ നല്ല ഒരു സ്റ്റേജ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടില് പോയിട്ടാണ് എപ്പോഴും കളിക്കാറ്. പ്രോഗ്രാം വരുമ്പോ കളിക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ പോയിട്ടുണ്ടോ? അങ്ങനെ പോകാറുണ്ട്. അപ്പം ഞാനൊരു വർഷത്തിൽ 2 തവണയെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷം 10 വർഷമായിട്ട് 2 തവണയെങ്കിലും നാട്ടിൽ പോകുമ്പോ ഒരു 2-3 കളികൾ ഉണ്ടാവും. കഥകളി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. അങ്ങനെ പോവാറുണ്ട്. അതൊരു സമിതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അപ്പൊ എനിക്ക് കുറച്ച് എന്റെ അറിയുന്ന ആൾക്കാരെ ഇപ്പൊ ഞാൻ ഇന്ന സമയത്ത് വരികയാണ്, അല്ലെങ്കിൽ ചിലപ്പോ എന്നെ ഇങ്ങോട്ട് അപ്രായത്ത് ഇന്ന സമയത്ത് കളികളുണ്ട് പറയുമ്പോ 1-2 കളികൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോവാറുണ്ട്. അങ്ങനെ കാരണം വെച്ചാൽ നമ്മൾ ഈ CD ഇട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം, ഒന്നാമത് ഒരു കഥ തന്നെ, കാരണം വളരെ കുറച്ച് കഥകളാണല്ലോ ഉള്ളത്. കുറച്ച് കഥകളും പിന്നെ എന്താ പറയാ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണത്. പിന്നെ അതിന്റെ സാഹിത്യമാണെങ്കിലും മിക്കവാറും എല്ലാവർക്കും പരിചിതമാണ്. അപ്പൊ അത് അവതരിപ്പിക്കുന്ന ആളുകളാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. അത് ഒരേ ആള് തന്നെയാണെങ്കിലും പല അരങ്ങിൽ അത് പലതാവും. അതുകൊണ്ടാണ് ഈ ഒരേ ആളുകൾ തന്നെ അവര് കണ്ട കളി തന്നെ പിന്നെയും പിന്നെയും കാണാൻ പോകുന്നത് അല്ലെ? അപ്പൊ CD ഇട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികൾ, ഒരു വേഷം കെട്ടുന്ന ഒരാളെന്ന നിലയിൽ നല്ലോണം പരിമിതികളുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കഥകളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ പാട്ടാണെങ്കിലും മേളമാണെങ്കിലും വേഷത്തിന് വേണ്ടി
ആണ് അവര് പാടുന്നതും കൊട്ടുന്നതും. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പൊ മുദ്രകളാണിപ്പോൾ ഒരു വരി പാടുന്നത്, നമ്മൾ ചെയ്ത് കഴിയുന്നത് വരെ ഈ പാട്ടുകാരൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കഥകളി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഈ കാണിക്കുന്നത് കഴിയണ വരെ അവർ ചെയ്യും. അതുപോലെ കൊട്ടും നമുക്ക് വേണ്ടിയാണ്, ഈ വേഷക്കാരൻ ചെയ്യുന്നതിനനുസരിച്ചാണ് അവർ കൊട്ടുന്നത്. അതായത് നമ്മളിൽ നിന്നാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ആ മനോധർമ്മം ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ചില ഭാഗം വിസ്തരിക്കാനും ചില ഭാഗം ചുരുക്കാനും ഒക്കെ ഉള്ള ഒരു ഫ്രീഡം ഈ വേഷക്കാരനുണ്ട്. പക്ഷെ ചിട്ടപ്രധാനമായിട്ടുള്ള കഥകളിൽ അങ്ങനെയല്ല, അതിന് ഒരു ചിട്ട ഉണ്ട്. പക്ഷെ ചില ഇതിലൊക്കെയാണ്. ഇപ്പോൾ പിന്നെ ചില ഭാഗങ്ങൾ ആട്ടം മാത്രമുണ്ട്. അതായത് പാട്ട് ഇല്ലാതെ നമ്മൾ ഈ കലാകാരൻ നമ്മളൊരു ഭാഗം അഭിനയിച്ച് കാണിക്കുമ്പോൾ അതിൽ പാട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ആട്ടം എന്ന് പറയും, മനോധർമ്മ ആട്ടങ്ങൾ. അത് നമുക്ക് ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാൻ ഉള്ള ഒരു സ്കോപ്പ് ഉണ്ട് അവിടെ. അതൊക്കെ ഇപ്പം നമ്മൾ CD വെച്ചോ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ അവിടെ അന്ന് എന്താണ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് അത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് ഒരു വേഷക്കാരിക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ഈ CD വെച്ച് കളിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞത്. അതിപ്പോ എല്ലാവർക്കും അറിയാം അതിന്. അപ്പോൾ അത് ആരും കഥകളിയിൽ അത് ഒട്ടും പ്രിഫറബിൾ അല്ല. ഈവൻ യുവജനോത്സവത്തിന് പോലും ഇന്നൊക്കെ മറ്റ് ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ CD ആയിത്രേ. എനിക്കറിയില്ല, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കഥകളി അല്ല, കഥകളിക്ക് ഈ CD വെച്ചുള്ള കളി ഒട്ടും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ക്ലാസിക്കൽ കലകളെ കുറിച്ച് പൊതുവിൽ ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത് നമ്മളെക്കാൾ അത് ആസ്വദിക്കുന്നത് വിദേശികളാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ. ഇപ്പൊ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള ഒരു പീസ് അവതരിപ്പിക്കുന്നു, അവരെ സന്തോഷിപ്പിക്കുന്നു. അപ്പം പുറത്തേക്കാണെങ്കിലും കഥകളി എന്ന് പറയുന്നത് ആ രീതിയിൽ കുറേ അധികം ആരാധകർ നമുക്കുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ തന്നെ ഇത്രയധികം പുറത്തൊക്കെ റീച്ച് ചെയ്യുന്നത് അതൊരു കഥകളി ആർട്ടിസ്റ്റിന്റെ കഥയും അവരുടെ ഒരു അന്തസംഘർഷവും ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ അമേരിക്കയിൽ കഥകളി അവതരിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിദേശി ആളുകൾ കാണാൻ വരാറുണ്ടോ? അവർ സ്ഥിരം അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? എനിക്ക് അറിയുന്ന, അതായത് ഇവിടെ ബെർക്ക്ലിയില് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് അവര് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവിന്റെ ശിഷ്യര്, അല്ലെങ്കിൽ അന്ന് അവർക്ക് പരിചയമുള്ള അവരാ. അപ്പൊ അവരൊക്കെ അന്ന് നാട്ടിലേക്ക് വരുമായിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ എൻ്റെ ആശാൻ അവരെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട്, അപ്പൊ അങ്ങനെ അന്ന് മുതൽക്ക് അവർ കഥകളി ആസ്വദിക്കുന്ന കുറച്ച് എൽഡർലി കുറച്ച് ആൾക്കാരുണ്ട്. അവര് അങ്ങനെ അതുപോലെ അവരൊക്കെ ഇപ്പൊ അന്നത്തെ കാലത്ത് ഞാൻ ആലോചിച്ചു കഴിഞ്ഞാൽ അവര് ഇന്ത്യയിലേക്ക് വരണത് ഇങ്ങനെ ഒരു കലാരൂപത്തിനെ പറ്റി കേട്ട് അത് കൂടുതൽ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു. അതിൽ എനിക്കറിയുന്നത് അതുപോലെ ഫ്രാൻസ്, ജർമ്മനി ഭാഗത്തുനിന്ന് ഒരുപാട് പേര് വരാറുണ്ട്. അവരൊക്കെ തിയേറ്റർ സ്റ്റുഡൻസ് ആവും ചിലരൊക്കെ. എന്നിട്ട് കലാമണ്ഡലത്തിൽ ഈ വിദേശികളെ കഥകളി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് തന്നെ ഉണ്ട്. അപ്പൊ അവര് ഒരു ആളെ അസൈൻ ചെയ്യും, ഒരു കലാമണ്ഡലത്തെ അധ്യാപകന്. അപ്പൊ എൻ്റെ ആശാന് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിദേശികൾ അന്ന് മുതൽക്ക് തന്നെ അപ്പൊ ഇവിടെയും ഉണ്ട്. അത് കുറെ സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അടുത്തത് എന്റെ സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിയുള്ള ചോദ്യം, എപ്പോൾ ഈ കഥകളി പഠിച്ച് തുടങ്ങാം? അതായത് അതിന് പ്രായം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ? അതായത് അത് പഠിക്കണമെന്നും അറിയണമെന്നും ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അത് തുടങ്ങാനുള്ള പ്രായം കഴിഞ്ഞുപോയി എന്ന് കണക്കാക്കാവുന്ന ഒരു പ്രായമുണ്ടോ? കാരണം അത് ഒരുപാട് വലിയ പരിശീലനം, ഒരു നീണ്ട കാലയളവിലെ പരിശീലനം വേണമെന്നാണ് നമുക്ക് കഥകളി. കാരണം കഥകളി ഒരുപക്ഷെ മറ്റേത് കലാരൂപത്തെക്കാളും വളരെ ചെറുപ്പത്തിൽ ആരംഭിച്ച് അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന് അത്തരം കലാകാരന്മാരുമായിട്ട് സഹവസിച്ച് അത്തരം അരങ്ങുകളിൽ നിന്ന് അരങ്ങുകളിലേക്ക് സഞ്ചരിച്ച് അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു ശേഷിയാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പഠിക്കുക, അത് അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ കഥകളി പഠിക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ സ്ഥാപനങ്ങളിൽ, അതായത് കലാമണ്ഡലം, കോട്ടക്കൽ, അവിടെയൊക്കെ ഒരു 12-13 വയസ്സ് ഏജിലാണ് ഒരു കുട്ടി കഥകളി പഠിക്കാൻ ആരംഭിക്കുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പഠനം തന്നെയാണ് അവരുടെ ജീവിതം. ഒരു 10-22 വയസ്സാവണ വരെ അവര് ഈ കഠിന മുറകളിൽ കൂടെ പോയാണ് ഇത് പഠിക്കുന്നത്. ഞാനൊക്കെ പഠിച്ചത് പ്രൈവറ്റ് ആയിട്ടാണ്. കലാമണ്ഡലത്തിലോ അങ്ങനെ സ്ഥാപനത്തിലോ പെൺകുട്ടികൾക്ക് പ്രവേശനം ഇല്ല. ഇപ്പൊ തുടങ്ങി, വളരെ റീസെന്റ് തുടങ്ങി. അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ ഒരു അധ്യാപകൻ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കഥകളി പഠിപ്പിക്കണം. അങ്ങനെ ഞാൻ 7ാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്. എന്നാലും കഥകളി തുടങ്ങുമ്പോൾ ഒരു നമ്മൾ കാലുറക്കണം പറയില്ല, ആ ഒരു ഇതായിട്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ പ്രായമായിട്ട് കഥകളി പഠിക്കാൻ പാടില്ല എന്നില്ല. എത്രയോ എനിക്ക് ഇപ്പൊ ഈ അടുത്ത് ഒരു
ഒരു എനിക്ക് 50 അല്ലോ 60 വയസ്സായ ആളുകൾക്ക് പോലും താല്പര്യം തോന്നി കഥകളി പഠിക്കാൻ തുടങ്ങണം, അങ്ങനെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതിനൊരു ലിമിറ്റ് ഇല്ല. നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിൽ പഠിക്കാം. പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി ഓൺലൈനായിട്ട് പഠിക്കുന്ന ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കഥകളി ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കുന്നതാണ് ഒന്നും അറിയാത്ത ആദ്യമായി തുടങ്ങണ ഒരു കുട്ടിക്ക് കഥകളി എപ്പോഴും നേരിട്ട് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ ഓൺലൈനാണെങ്കിലും അത് മാറ്റാനും അതിൽ ചെയ്യാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് പഠിച്ച് പിന്നെ കുറച്ച് ഓൺലൈനിലാക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ ഓൺലൈൻ പഠനം ഉണ്ട് ഇപ്പോൾ. ഞാൻ പുറത്തുനിന്ന് നമ്മൾ കഥകളിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കഥകളിയേക്കാൾ പോപ്പുലറാണ് കഥകളി സംഗീതം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഒരു പക്ഷേ ഞാൻ കുറച്ചൊരു സംഗീതത്തിൽ താല്പര്യമുള്ള ആളോ അത് ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ കഥകളി സംഗീതം വലിയ രീതിയിൽ പോപ്പുലറായി. അതിൽ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന കോട്ടക്കൽ മധുവൊക്കെ അതിനെ ഭയങ്കര ജനകീയമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എംബ്രാന്തിരി അല്ലെങ്കിൽ ഹൈദരാലി, ഹരിദാസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പാട്ടുകാർ, അതായത് വേഷത്തോടും ഒപ്പം അല്ലെങ്കിൽ നടനോടൊപ്പം അല്ലെങ്കിൽ നടിയോടൊപ്പം അല്ലാതെ സ്വന്തമായിട്ട് തന്നെ പാട്ടിലൊരു ഇതുണ്ടാക്കി എടുത്തിട്ടുള്ള മനുഷ്യർ നമുക്കുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷം എടുത്തു ഇപ്പൊ അജിതാ ഹരയാണെങ്കിലും എനിക്കൊരു മൈൽ സ്റ്റോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഈ അജിതാ ഹര എന്ന് പറയുന്ന ആ കഥകളി പദം, അത് കഥകളി പദം തന്നെയാണെന്ന് പോലും അറിയാതെ ആസ്വദിക്കുന്ന വലിയൊരു ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ സാധനം ആദ്യമായിട്ട് കിട്ടുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ അതൊരു പാട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ കഥകളിയാണെന്ന് അറിയാതെ, കഥകളിയുടെ ഇതൊന്നും അറിയാതെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടത് മാറി. അത് വലിയൊരു തരം പ്രേക്ഷക സമൂഹത്തെ, ഈ പറയുന്ന കേൾവിക്കാരെ കഥകളിലേക്ക് പോകണം. അവരെത്രത്തോളം കഥകളിലേക്ക് കൺവേർട്ട് ആവുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ കഥകളി സംഗീതത്തിന് കച്ചേരിയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നത് ഇപ്പൊ തന്നെ സ്ത്രീ സാന്നിധ്യം പറയാൻ ദീപ പാലനാടൊക്കെ, അതേപോലെ തന്നെ മീര രാമോഹൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇതുപോലെ കഥകളി വേഷം കിട്ടുന്ന നടിമാരെ അധികം കേൾക്കുന്നില്ല. ഇപ്പൊ തന്നെ പാടുന്നവരെ തന്നെ ഈ 2 പേരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ വേഷം കെട്ടുന്നതിലും ഇത്തരത്തിലുള്ള സ്ത്രീകളുണ്ടോ? അത് ധാരാളം സ്ത്രീകൾ ഇപ്പൊ വരുന്നുണ്ട്. പണ്ട് മുതൽക്കേ ഉണ്ട്. ഇപ്പൊ ചവറപ്പാറക്കുട്ടിയമ്മ അവരൊക്കെ വളരെ പണ്ട് തന്നെ അവരിപ്പോ മരിച്ചു. പിന്നെ പണ്ടത്തെ ഒരുപാട് സ്ത്രീകള് അവര് കഥകളിയിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ് തൃപ്പൂണിത്തറയില്, പിന്നെ ഹരിപ്രിയ നമ്പൂതിരി, പിന്നെ പ്രിയ നമ്പൂരി, അങ്ങനെ പല പല ആളുകൾ. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് എനിക്ക് പരിചയമുള്ളവരൊക്കെ കഥകളിയിൽ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ളവരാണ്. അപ്പൊ സ്ത്രീകൾ ഇല്ല പറയാൻ പറ്റില്ല, ഒരുപാട് സ്ത്രീ. പിന്നെ കുട്ടികൾ എത്രയാ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. വളരെ നന്നായിട്ട് അവര് കഥകളിയെ വളരെ സീരിയസ് ആയി കാണുന്നവരും നല്ലോണം ചെയ്യണവരുമാണ്. അപ്പൊ കുട്ടികൾ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ ഈ കഥകളി സംഗീതത്തിന് അതായത് കഥകളി ഇല്ലാതെ ഈ സംഗീതം മാത്രമായിട്ടാണുള്ള അതിന്റെ ഒരു നിലനിൽപ്പുണ്ടല്ലോ, അത് കഥകളി സഹായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് മാത്രം ഇങ്ങനെ വേറിട്ട് നിന്ന് അതിൻ്റെതായ ഒരു വഴി കണ്ടെത്തുന്നത് ശരിക്കും അത് മോശമൊന്നുമില്ല. അത് കഥകളി സംഗീതം ആസ്വദിക്കുന്ന ആൾക്കാർക്ക് അത് ഇതാവുമല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കച്ചേരികളെ പറ്റി പറയാച്ചാ, പണ്ടത്തെ കഥകളി സംഗീതത്തിൽ നിന്ന് വേറിട്ട് ഒരു പുതിയ കാലത്തെ ആളുകൾ പുതിയ രാഗങ്ങൾ, അവർ കർണാടക സംഗീതത്തിലെ രാഗങ്ങളൊക്കെ കഥകളി സംഗീതത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ കോട്ടക്കൽ മധുരട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് അതിന് എന്താ പറയുക, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് കഥകളി എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ സിനിമാ പിന്നണി ഗായകനേക്കാൾ ആരാധകരുള്ള ഒരു ഇതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവര് ചെയ്ത ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് ആ കോംപ്ലക്സിറ്റിയെ അങ്ങോട്ട് അവരങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു കോട്ടക്കൽ മധുവൊക്കെ പാടുന്ന സമയത്ത്, കാരണം നമ്മളിലൊരു ശാസ്ത്രീയ സംഗീതമൊക്കെ കേൾക്കുന്ന ഒരാൾക്കാണെങ്കിൽ രാഗങ്ങൾ പരിചയം ഉണ്ടാവും, ആ രാഗങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇവർ ആ രാഗത്തെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത് വെച്ച് പാടുന്നത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാനുള്ള ആ ബ്രിഡ്ജസ് ഒക്കെ വളരെ നന്നായിട്ട് അവർ യൂസ് ചെയ്യുകയും, അപ്പൊ അഭിനയമോ അല്ലെങ്കിൽ മറ്റ് വാദ്യങ്ങളുടെ ഒന്നും തന്നെ ഒരു എന്താ പറയുക, നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനായിട്ട് മതിലുകളൊന്നുമില്ല. നേരിട്ട് ഇങ്ങോട്ട് സംഗീതമായിട്ട് കടന്നു വരുമ്പോഴത്തേക്ക് അത് നമ്മളിൽ ഭയങ്കരമായിട്ട് മറ്റെന്ത് സംഗീതം കേൾക്കുന്നത് പോലെയുള്ള ഒരു ആനന്ദം
തിളക്കം അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി റിഫൈൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ക്ലാരിറ്റി ആവും ഉദ്ദേശിച്ചത്, വാക്കുകളുടെ ക്ലാരിറ്റി. അതെ അതെ അതെ. മറ്റേത് പാടുമ്പോൾ അവര് ഒരുപക്ഷെ അഭിനയിക്കുന്നവർക്ക് വേണ്ടി പാടുന്നതുകൊണ്ടാക്കാം, മുദ്രകൾക്ക് വേണ്ടി പാടുന്നത് കൊണ്ടാവാം, ആ ചിട്ടവട്ടത്തിൽ നിന്ന് പാടുന്നത് കൊണ്ടാവാം നമുക്ക് കഥകളി സംഗീതം. ഇവര് കഥകളി ഇതുപോലെ ആ നടന് അല്ലെങ്കിൽ നടിക്ക് അതിനനുസരിച്ച് പാടി എന്ന് അത് ഇപ്പോഴും ഇവരൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പാട്ട് ആ ഭാവം കൊടുത്ത് പാടുന്നത് ഇവരൊക്കെ എല്ലാ ഇപ്പോഴത്തെ മുൻനിര അല്ലെങ്കിൽ വെൺമണി ഹരിദാസ് ആശാനും ഹൈദരാലി ആശാനും ഒക്കെ ആവും ആ ഒരു ഭാവ ഗായകരായിട്ട് മുന്നിലേക്ക്. അപ്പൊ അത് ഈ നടൻ അല്ലെങ്കിൽ നടിക്ക് വളരെയധികം സഹായമാണ്. ആ ഒരു പാട്ട് നമ്മുടെ ഒരു ഭാവം പുറത്ത് കൊണ്ടുവരാൻ ഇവരുടെ പാട്ട് ഒരുപാട് സഹായിക്കണമായിട്ട് എനിക്ക് തോന്നി. അത് കച്ചേരി അതൊരു വേറെ ഒരു ഇതായിട്ട് കഥകളി സംഗീതം കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കഥകളിക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ. അപ്പൊ ഇനി എന്താണ് അടുത്ത റോഷ്നിയുടെ കഥകളിയിൽ നമുക്ക് പിന്നെ എപ്പോഴും നമ്മളെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് നയിക്കുമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് കഥകളി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് കഥകളിയെ കുറിച്ചുള്ള അടുത്തൊരു സ്വപ്നം, അല്ലെങ്കിൽ എങ്ങോട്ട് ആണിനിയത്ത യാത്ര, അങ്ങനെ എന്താണ്? എനിക്ക് കൂടുതൽ വേഷങ്ങൾ കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് അധികം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഒരു തവണ കളിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അടുത്ത് ഇനി എന്താണെന്നുള്ളത് നോക്കാം. അതാണ് എൻ്റെ. പിന്നെ ഞാൻ പഠിക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഏപ്രിലിൽ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ 2 വേഷങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആ ഗ്യാപ്പിൽ ഞാൻ അതാ ചെയ്യുക. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും, പഠിക്കും. അങ്ങനെ കൂടുതൽ വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണല്ലോ ഏത് കഥകളി ഒരു ആളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം. ഏറ്റവും കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റുക. മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ അവതരിപ്പിക്കുമ്പോഴാണോ നാട്ടിൽ അവതരിപ്പിക്കുമ്പോഴാണോ കൂടുതൽ സന്തോഷം? നാട്ടിൽ അവതരിപ്പിക്കുമ്പോഴാണ്. ഒരു ബുദ്ധിമുട്ടില്ല പറയാൻ, തുറന്നു പറയാൻ. അല്ലെങ്കിൽ റോഷ്നി പറയാനുള്ളത് തുറന്നു പറയുമല്ലേ? അതല്ല, അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് മറ്റേ പാട്ടും കൊട്ടും എല്ലാത്തിൻ്റെയും കൂടെ കഥകളി ഇപ്പോഴത്തെ എന്താ പറയുക പ്രൊഫഷണൽ കലാകാരന്മാരുടെ കൂടെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അതന്നെ ഒരു പഠനമാണ്. അതായിരിക്കുമല്ലോ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളത്. നമ്മള് ഇങ്ങനെ മുന്നിൽ വന്നിരുന്ന് ആരാധനയോടെ നോക്കി കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആ ഒരു അവതരണവും ആ ഒരു ഇതിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും മനസ്സിൽ. തീർച്ചയായിട്ടും അതെ. അവരുടെ കൂടെ കളിക്കുമ്പോൾ അവരുടെ ലെവലില് നമ്മൾ കളിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി സ്വയം തയ്യാറെടുക്കുക. നമ്മളുടെ ഒരു തവണ കളിക്കുമ്പോൾ അടുത്ത ഇതിലുണ്ടായ കുറവുകൾ അടുത്തതിൽ നീക്കുക എന്നുള്ള. അപ്പം എന്നെ സംബന്ധിച്ച് നാട്ടിൽ പോയിട്ട് എന്താ പറയുക ഇപ്പോഴത്തെ കഥകളി കലാകാരന്മാരുടെയും കലാകാരികളുടെയും കൂടെ സ്റ്റേജിൽ അതിൽ മറ്റ് പാട്ട്, വേഷം, മേളം, അങ്ങനെ എല്ലാം അണിയറ എല്ലാം അവിടുത്തെ ആ ഒരു ഇത് നമ്മുടെ എന്തായാലും വൈബ് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞത് അത് തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ വരുമ്പോ അവരിവിടെ വന്ന് കളിക്കുമ്പോ സെയിമാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ആസ്വാദകനും കൂടെ വേറെ ഒരു കാര്യമല്ല. കഥകളി അറിഞ്ഞ് കാണുന്ന ആസ്വദിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ കളിക്കുന്നത് ഒരു വേറെ ഒരു അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ കളിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതെങ്ങനെയാണ് അവർക്ക് ആസ്വദിച്ചറിയണത് എന്നുള്ളത്. അപ്പൊ കഥകളി അറിയുന്നവരുടെ മുമ്പിൽ കളിക്കുക എന്നുള്ളത് ഒരു വലിയ ഇത് തന്നെയാണ്. അപ്പൊ അസ്ത്രങ്ങൾക്ക് വിടാം. ഓക്കെ, നന്ദി, നമസ്കാരം. നമസ്കാരം.